ഹായ് എവ്രിവൺ. നമുക്കറിയാം ഇപ്പം വിൻ്റർ സീസൺ ആണ് ദുബായിൽ. പലരുടെയും മനസ്സിലുണ്ടാവും വിൻ്റർ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ സ്കിൻ കെയർ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കിന്ന് നോക്കാം. വിൻ്റർ സീസണെ ആയുർവേദത്തിൽ നമ്മൾ ശിശിര അല്ലെങ്കിൽ ഹേമന്ത ഋതുവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സീസണിൽ നമ്മുടെ ശരീരത്തിൽ വാതം ദോഷം കൂടുതലായി നിൽക്കുന്ന സമയമാണ്. വാതദോഷം കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഡ്രൈനെസ്, റഫ്നെസ്, കുറച്ച് ഡൾനെസ് ഒക്കെ, ക്രാക്കിംഗ്, ലിപ്സ് ഒക്കെ ക്രാക്ട് ആവുക, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഭ്യംഗം, ഒരു ഹോട്ട് ഓയിൽ മസാജ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. തിലതൈലമൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ സീസണിൽ. പിന്നെ അതുപോലെ നമ്മൾ സ്നാനം, ഡെയിലി കുളിക്കണം. കുളിക്കുമ്പോൾ തന്നെ നമ്മൾ ഓവർ കെമിക്കൽസ് ഉള്ള സോപ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഹെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ്. വെയിലില്ല, തണുപ്പാണെന്ന് വിചാരിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കരുത്. നമുക്ക് UVA റേസിനും UVB റേസിനും പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി സൺസ്ക്രീൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റീം എടുക്കുക. ഒരു വീക്ക്ലി വൺസ് എങ്കിലും റോസ് പെറ്റൽസും തുളസി എടുത്തിട്ടുള്ള സ്റ്റീമൊക്കെ എടുക്കുന്നത് നല്ലതാണ്. രാത്രി നമുക്ക് കുങ്കുമാതി തൈലം പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ക്രാക്ക്ഡ് ലിപ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൗ ഗീ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഡാർക്ക് സർക്കിൾസിനും ക്രാക്ക്ഡ് ലിപ്സിനും ഒക്കെ ഈ സമയത്ത് വരുന്നത്. പിന്നെ അതുപോലെ ഈ സീസണിൽ നമുക്ക് സോറിയാസിസ്, എക്സിമ ഒക്കെ പോലെയുള്ള ഡിസീസസ് നല്ല സിവിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തതിന് മാത്രം സ്കിൻ കെയർ റൊട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യാം. അതുപോലെ നമ്മളെ സ്കിന്നിനെ പുറത്തുനിന്ന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഇൻറ്റേർണലി ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്കിന്നിനെ നമ്മൾ ഇൻറ്റേർണലി ഫീഡ് ചെയ്യാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, വിറ്റാമിൻ A, C, E, D, B, സിങ്ക്, സെലീനിയം ഇതൊക്കെ അടങ്ങിയ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ വിറ്റാമിൻ C ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്കിപ്പം ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസിനാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് 4.5 കുറയുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്, ബെറീസ് പോലത്തെ. അപ്പോൾ സ്കിൻ കെയർ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഉള്ള കണ്ടീഷൻസ്, മെഡിക്കൽ കണ്ടീഷൻസ് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഹിസ്റ്ററി, അവരുടെ ബവല്, അവരുടെ അപ്പറ്റൈറ്റ്, അവരുടെ വിശപ്പ്, ഡൈജഷൻ, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനു മുന്നേ. അപ്പം പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നമ്മൾ സ്കിൻ കെയർ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വിവരങ്ങൾക്കായി ധന്വന്തരി ആയുർവേദയെ ബന്ധപ്പെടുക. ധന്വന്തരി ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബർദുബായ്.